ശ്രീ എം ജയചന്ദ്രൻ, ഈ മനോരമ തന്നെ ഏറ്റവും അനുകൂലമായി UDF-ന് വേണ്ടി നിലപാടെടുക്കുന്ന മാധ്യമമാണല്ലോ മനോരമ എന്ന് പറയുന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞത് UDF-ന് ദുസ്വപ്നം എന്നാണ് മനോരമയുടെ ഇംഗ്ലീഷ് ഓൺലൈനിൽ വന്നത്. അതിൻ്റെ മലയാള പരിഭാഷയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ദുസ്വപ്നം മലയാളം ഓൺലൈനിലേക്ക് പ്രസിദ്ധപ്പെടുത്തുവാൻ മനോരമ തയ്യാറായില്ല. അതായത് മനോരമയ്ക്ക് തന്നെ വളരെ കൃത്യമായി മനസ്സിലായി ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതും ഇവിടെ നടന്ന സംഭവങ്ങളുമെല്ലാം UDF-ന് അങ്ങേയറ്റം പ്രതികൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനോരമ തന്നെ പറഞ്ഞു. മനോരമയുടെ ഇരട്ടത്താപ്പ് പുറത്തു വന്നു. ഇതോടെ UDF കേന്ദ്രങ്ങൾ മാളത്തിൽ നിന്നും പുറത്തിറങ്ങി അട്ടിമറി ആരോപണം ഉന്നയിക്കുകയാണ്. കേരളത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അട്ടിമറി ശ്രമം ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ? ഇത് നീലിമ, ഇന്നലെ രാവിലെ വോട്ടെടുപ്പിന് ശേഷം 10 മണിയായപ്പോൾ പിന്നെ ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാലിൻ്റെ ഒരു പ്രതികരണം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇക്കാര്യത്തിൽ. അദ്ദേഹം പറഞ്ഞത് കേരളം മുഴുവൻ UDF തരംഗമാണ്, അതിനുള്ള തെളിവാണ് പോളിംഗ് ബൂത്തിലെ ഇപ്പോൾ കാണുന്ന ക്യൂ. ഈ 2 വാചകമാണ് പറഞ്ഞത്. മതിയല്ലോ, വേറെ കൂടുതലൊന്നും വേണ്ടല്ലോ. കേരളത്തിലെങ്ങും UDF തരംഗമാണ്, അതിനുള്ള തെളിവാണ് പോളിംഗ് ബൂത്തുകളിൽ കേരളത്തിലുടനീളം ഇപ്പോൾ കാണുന്ന ക്യൂ. ആ മനുഷ്യൻ, ആ നേതാവ് ഇന്ന് തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് പത്രസമ്മേളനം നടത്തിയല്ലോ. അപ്പോഴെന്താണ് പറഞ്ഞത്? അപ്പോൾ പറഞ്ഞത് UDF-ൻ്റെ 90% ബൂത്തുകളിലും ആണ് ഈ പ്രശ്നമുണ്ടായത്, വോട്ടിംഗ് നീളാനിടയായത്. ഇതാണ് ഇന്ന് പറയുന്നത്. ഈ 2 സംഗതികൾക്കിടയിൽ നിൽക്കുന്ന ഒരു സത്യം, വസ്തുത, യാഥാർത്ഥ്യം, അത് മാത്രം വേർതിരിച്ചെടുത്താൽ മതി ഈ പറയുന്നതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കാൻ. ഇപ്പോൾ ബഹുമാന്യ സുഹൃത്ത് ശ്രീ സനാപതി വേണു ഇവിടെ പറഞ്ഞത് പോളിങ്ങിൽ കൃത്രിമമെന്നാണ് പറഞ്ഞത് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വോട്ടെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെയാണല്ലോ അതിൻ്റെ പച്ച മലയാളത്തിലുള്ള അർത്ഥം. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു പറഞ്ഞാൽ അതല്ലേ? കോൺഗ്രസ് എങ്ങനെ അഭിപ്രായമുണ്ടോ? കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കൾ ഈ പറഞ്ഞ AICC സംഘടനാകാര്യ സെക്രട്ടറി ഉൾപ്പെടെ KC വേണുഗോപാലിന് ഉൾപ്പെടെ അങ്ങനെ അഭിപ്രായമുണ്ടോ? കേട്ടില്ലല്ലോ ഇതുവരെ. രാവിലത്തെ പത്രസമ്മേളനത്തിലും അങ്ങനെ കേട്ടില്ലല്ലോ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആദ്യം ചീഫ് ഇലക്ഷൻ ഓഫീസറായ ശ്രീ സഞ്ജയ് കൗൾ IAS-നെ സമീപിച്ച് പരാതി കൊടുക്കണം. അതുകൊണ്ട് തീരുന്നെങ്കിൽ കോടതിയിൽ പോകണം. ഇക്കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയണം, മാധ്യമങ്ങളോട് തുറന്നു പറയണം. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കും, അതുകൊണ്ട് അവിടെ പ്രശ്നം പരിഹരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും എന്ന് തുറന്നു പറയണം. അതല്ലാതെ ഇപ്പോൾ കാണിക്കുന്നത് ഇത് എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി പോകും. അതാണ് കാര്യം. അപ്പോൾ മനസ്സിലാവുന്നത് ഇന്നലെ പറഞ്ഞതിൽ നിന്ന് KC വേണുഗോപാലിന് ഇന്നും മലക്കം മറിയേണ്ടി വന്നതിൻ്റെ സാഹചര്യം വ്യക്തമാക്കുന്നത് എന്താണ്? ഒറ്റ സാഹചര്യമുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ സ്ട്രോങ് ഹോൾഡായിട്ടുള്ള പ്രദേശങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞല്ലോ പ്രകാശൻ മാസ്റ്റർ, കണ്ണൂരിലെ 2 UDF മണ്ഡലങ്ങൾ, ആ UDF മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് പോളിംഗ് ആയിരുന്നുള്ള അദ്ദേഹം പറഞ്ഞല്ലോ. മറ്റ് പല സ്ഥലങ്ങളും എനിക്ക് പറയാനുണ്ട്, അത് സമയക്കുറവ് കൊണ്ട് അത് പറയുന്നില്ല. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ഈ കേന്ദ്രങ്ങളിലൊക്കെ പോളിംഗ് കുറഞ്ഞതിൻ്റെ കാരണം UDF-ന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ട് വിഹിതമുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുറഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. രണ്ടാമത്തെ കാര്യം, ജനങ്ങൾക്ക് എന്തിനാണ് അനാവശ്യമായ LDF വിരുദ്ധത, പിണറായി വിരുദ്ധത എന്നുള്ള മനോഭാവം കേരളത്തിലെ വോട്ടർമാരിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി കാണപ്പെട്ടു. അതിൻ്റെ ഒരു ഉദാഹരണം, ഇപ്പോൾ പ്രിൻ്റ് ഒരു ഉദാഹരണം പറഞ്ഞത്, കഴിഞ്ഞ തവണ പോളറൈസേഷൻ ഉണ്ടായി, ധ്രുവീകരണം ഉണ്ടായി 2019 ഉണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഭൂരിപക്ഷ സമുദായത്തിൻ്റെയും ന്യൂനപക്ഷ സമുദായത്തിൻ്റെയും വോട്ട് ധ്രുവീകരണം ഉണ്ടായി. ഇത്തവണ അത് ഉണ്ടായില്ല. BJPക്ക് വലിയ അതുകൊണ്ട് താല്പര്യവും അല്ലെങ്കിൽ അവരുടെ പ്രത്യാശയും വർദ്ധിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം പ്രിൻ്റിനോട്, തിരുവനന്തപുരത്തിൻ്റെ മാത്രം കാര്യം, എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. തിരുവനന്തപുരത്ത് ഈ ന്യൂനപക്ഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് ഇലക്ഷന് മുമ്പ് എനിക്ക് നേരിട്ടറിയാവുന്ന പ്രധാനപ്പെട്ട മുസ്ലിം കേന്ദ്രങ്ങളിൽ കാന്തപുരം
AP ഔവക്കൽ മുസ്ലിയാരുടെ കാന്തപുരം ഉസ്താദ് എന്ന് വിളിക്കുന്ന AP വിഭാഗത്തിൻ്റെ ആത്മീയാചാര്യനായ AP ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ 9 സ്ഥലങ്ങളിലായി വിപുലമായ കുടുംബയോഗങ്ങൾ നടന്നിരുന്നു. അവിടെ എവിടെയാണ്? തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ. ഈ സൈഫുദ്ദീൻ ഹാജി അവിടുത്തെ പ്രധാനപ്പെട്ട പ്രാസംഗികനായിരുന്നു. ഈ സംസ്ഥയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സൈഫുദ്ദീൻ ഹാജി. അവിടെ പ്രധാനമായിട്ടും പിന്നെ ജനങ്ങളോട് ചോദിച്ച 2 കാര്യങ്ങളുണ്ട്. അവർ ഒന്ന്, BJPക്കെതിരാണ് സ്വാഭാവികമായും സമസ്തയുടെ നിലപാട്. 2, തിരുവനന്തപുരത്ത് പിന്നെ ശശി തരൂരല്ല ജയിക്കേണ്ടത്, അവിടെ പന്നിൻ രവീന്ദ്രൻ ജയിക്കണം എന്ന് തന്നെയാണ് നേരിട്ട് ഈ സദസ്സുകളിൽ എനിക്കറിയാവുന്ന 9 പ്രദേശങ്ങളിൽ നടന്ന കുടുംബയോഗങ്ങളിൽ, നിരവധി കുടുംബയോഗങ്ങളിൽ ഈ തരത്തിലാണ് പിന്നെ AP വിഭാഗം നേതാക്കൾ സംസാരിച്ചത്. പിന്നെ ശശി തരൂരിൻ്റെ ഒന്ന് ഈ നമ്മുടെ അയോധ്യ വിഷയത്തിലുള്ള നിലപാട്, 2 പലസ്തീൻ വിഷയത്തിലുള്ള നിലപാട്. അപ്പോൾ എത്രത്തോളം മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് അത് ചെയ്തത്. അതവിടെ മാത്രമല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല. ഞാൻ തിരുവനന്തപുരം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് നിൽക്കുന്ന സ്ഥലമാണല്ലോ ഇവിടെ ഈ ഇലക്ഷനിൽ. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. മറ്റ് പല മണ്ഡലങ്ങളിലും ഈ തരത്തിൽ ന്യൂനപക്ഷം നിലപാടെടുത്തിട്ടുണ്ട്. ഈ നിലപാടെടുത്തത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിന് നിലപാടില്ലായ്മയാണ് അടിസ്ഥാന കാരണം. ആ നിലപാടില്ലായ്മ വരുമ്പോൾ ആ സമുദായത്തിന്, ന്യൂനപക്ഷ സമുദായത്തിന് ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ തിരുവനന്തപുരത്ത് ലത്തീൻ രൂപതാധ്യക്ഷൻ തോമസ് ജെ നെറ്റോ പറഞ്ഞത്, നാളെ CAയുടെ പേരിൽ അദ്ദേഹം പറഞ്ഞത്, നാളെ ഈ പ്രശ്നം നമ്മളെയും തുറച്ചു നോക്കുന്നതാണ്, നമ്മളെയും ബാധിക്കുന്ന വിഷയമാണ് എന്ന് അദ്ദേഹം ഇലക്ഷൻ കാലത്ത് തന്നെയല്ലേ പറഞ്ഞത്. ആ മനോഭാവം ആ വിഭാഗത്തിനിടയിൽ ഇല്ലേ? ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ രാഷ്ട്രീയമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് പറഞ്ഞത്. LDF തികച്ചും രാഷ്ട്രീയം തന്നെ പറഞ്ഞാണ് ഈ ഇത്തവണത്തെ ഇലക്ഷനിൽ ക്യാമ്പയിൻ നടത്തിയത്. മറിച്ച് പിണറായി വിരുദ്ധത, സർക്കാർ വിരുദ്ധത, LDF വിരുദ്ധത, ഈ 3 പ്രശ്നങ്ങളിലാണ് UDF ഫോക്കസ് ചെയ്തത്. സ്വാഭാവികമായിട്ടും BJPക്ക് മോദി ഗ്യാരണ്ടിയിലാണ് അവർ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഈ 3 പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ വന്നത്. അപ്പോൾ ശരിയായ രാഷ്ട്രീയം എന്താണെന്നുള്ള ജനങ്ങളിലേക്ക് ശരിയായ ബോധ്യം വരികയായിരുന്നു. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് വോട്ടിംഗ് ശതമാനം, എതിർഭാഗത്ത് നിൽക്കുന്ന UDFൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ചോർച്ചയുണ്ടായത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുതന്നെയാണ് ഈ വോട്ടേഴ്സ് ടേൺ ഔട്ടിൽ, ഈ പെർസെൻറ്റേജിൽ കുറവുണ്ടാക്കാൻ ഇടയായിട്ടുള്ള അടിസ്ഥാന കാരണം. അതല്ലാതെ അതിന് പിന്നെ കൃത്രിമം, അട്ടിമറി എന്നൊക്കെ പറയുന്നത് ഈ പിന്നെ ജനങ്ങളുടെ ഉത്സവം എന്ത് ആലങ്കാരികമായി പറയുകയും ആ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുമ്പോൾ, ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് പറയുന്ന ആ അവസ്ഥ ഇന്നലെ നടന്നത് എന്താണെന്ന് അഡ്രസ്സ് ചെയ്യേണ്ടി വരുമ്പോൾ അതിനെ കൃത്രിമമായ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് അതിനെ വേറൊരു രൂപത്തിൽ ചിത്രീകരിക്കാനുള്ള ശ്രമം, ആ ശ്രമം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധത തന്നെയാണ്. അത് ജനാധിപത്യ വിരുദ്ധതയല്ലാതെ മറ്റൊന്നും നമുക്കതിനെ മിതമായ ഭാഷയിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഷയിൽ നിർത്തുന്നത് കേട്ടോ. അങ്ങനെയല്ലല്ലോ നമ്മൾ കാണേണ്ടത്, അങ്ങനെയല്ലല്ലോ. ഈ പറഞ്ഞ 19 ദിവസത്തോളം നടന്ന ഈ ക്യാമ്പയിനിൽ എന്താണ് നമ്മൾ മുമ്പോട്ട് വെച്ചത് എന്ന് ഓരോ രാഷ്ട്രീയ മുന്നണിക്കും ആലോചിക്കാനുള്ള സമയം ആണ് വാസ്തവത്തിൽ ഇന്ന് ഈ ചർച്ചയിലൂടെ ഉണ്ടാവേണ്ടത്. അതിന് പകരം തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു എന്ന് ശ്രീ സേനാപതി വേണു പറയുന്നു. പിന്നെ ഈ BJPയെ സംബന്ധിച്ച് ന്യൂനപക്ഷ വോട്ടുകളുടെ പ്രശ്നമുണ്ടായിട്ടില്ല എന്ന് പ്രിൻഡ് മഹാദേവ് പറയുന്നു. അപ്പം ഇത് വാസ്തവത്തിൽ അതാണോ എന്നുള്ളത് അവർക്കറിയാത്ത കാര്യമൊന്നുമല്ല എന്താണെന്നുള്ളത്. പക്ഷെ പറയുമ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ പിന്നെ ഇതിൻ്റെ പ്രക്രിയയാണല്ലോ, സിസ്റ്റത്തിൻ്റെ ഭാഗമാണിത്. ഡെമോക്രസി എന്ന ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. അത് ഇലക്ഷൻ കമ്മീഷൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വേണം അറ്റാക്ക് ചെയ്യാൻ. ഇലക്ഷൻ കമ്മീഷൻ തെറ്റ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്കതാണ് ആരോപിക്കാനുള്ളത്. പിന്നെ എത്ര വോട്ട് ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എത്ര വോട്ട് ടെൻഡർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷനിൽ നമുക്ക് ഒരു വോട്ടർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് വോട്ട് ടെൻഡർ ചെയ്യുക, വോട്ട് ചലഞ്ച് ചെയ്യുക തുടങ്ങിയ നടപടിക്രമങ്ങൾ. എത്ര എണ്ണമുണ്ട് നോക്കൂ. ഈ പറയുന്ന 25,000 ബൂത്തുകളിൽ എത്ര ബൂത്തുകളിലാണ് വോട്ട് ടെൻഡർ ചെയ്യപ്പെടുകയോ ചലഞ്ച് ചെയ്യപ്പെടുകയോ ഉണ്ടായിട്ടുള്ളത്? വളരെ 2 വിരലെ എണ്ണാവുന്ന സ്ഥലങ്ങളിലേ ഉള്ളൂ. അത് 2 കയ്യിൽ എണ്ണാവുന്ന സ്ഥലങ്ങളിലേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിട്ടില്ല.